ക്രൗൺ പ്ലാസ. എന്താ പരിപാടി? ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ ഹലോ എന്തേ ഞാനേ നിങ്ങളോട് ക്രൗൺ പ്ലാസ എന്താ പരിപാടി ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരുമോ? അല്ല അതല്ല, ഞാൻ അങ്ങനെയല്ല. ഫോൺ സംഭാഷണം എന്തിനാ പുറത്തുവിട്ടതെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം ഇവര് പാലക്കാട് കോഴി ഇറങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയൊരു പ്രചരണം നടക്കുന്നത്. എന്തായാലും പേഴ്സണലായിട്ട് സംസാരിച്ച ഒരു സംസാരം എന്തായാലും അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊടുത്ത് അതിപ്പം വലിയ രീതിയിൽ തന്നെ കത്തുന്നുണ്ട്. ഇത് കാത്തിരുന്ന പലരും ആ ഒരു വോയിസ് എടുത്തിട്ട് ഇപ്പൊ പിഷാരടിയെ അങ്ങ് തരം താഴ്ത്തി കാണിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കോഴിയായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ആളാണ് പിഷാരടി എന്ന രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ശ്വേതാ മേനോനുമായി ബന്ധപ്പെട്ടുള്ള അമ്മ AMMA അതിൻ്റെ അകത്ത് നടന്ന വിഷയങ്ങൾ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോഴിതാ ഈ ഒരു വോയിസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കിടന്ന് കത്തുന്നത്. എന്തായാലും ഈ വോയിസ് കേട്ടിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക, സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു രീതിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിൻ്റെ അകത്ത്, ഈ പറയുന്ന ശ്വേതാ മേനോൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്കിങ്ങനെ ഒന്നും ചിന്തിക്കാനുള്ള ഒരു ശേഷി ഇല്ല എന്ന് പറയുന്നുമുണ്ട്. പക്ഷെ അവർ അവിടെ വെച്ച് ആ വോയിസ് പറയുന്നത് അവിടെ വെച്ച് കട്ടാക്കുന്നുമുണ്ട്. എന്തായാലും ആദ്യം നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ടു നോക്കാം, അത് കഴിഞ്ഞതിന് ശേഷം കാര്യം പറയാം. വെരി സാഡ്. ഓക്കെ ശരി. ഞാൻ ക്രൗൺ പ്ലാസ. എന്താ പരിപാടി? ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ ഹലോ എന്തേ ഞാനേ നിങ്ങളോട് ക്രൗൺ പ്ലാസ ഇവിടെ പിഷാരടി ചിരിച്ചത് അതൊരു സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഇതാണ്, അല്ലാതെ അവിടെ കോഴിത്തരം കാണിച്ചു എന്നുള്ള രീതിയിലാണ് ആൾക്കാർ അതിനെ വളച്ച് കൊണ്ടുപോകുന്നത്. കാരണം അവിടെ ഈ പിഷാരടി ചിരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം ഈ കോമഡി താരങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്. അവര് പല കണ്ടന്റ് ഉണ്ടാക്കുന്ന സമയത്തും അവരിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയാറുമുണ്ട്. പിന്നെ ഇവിടെ എന്താ പറയുക, ശ്വേത ഈ ഒരു വോയിസ് എടുത്ത് പുറത്തെടുത്തിട്ടിട്ട് ഈ ശ്വേതയോട് കോഴിത്തരം സംസാരിച്ചു എന്നൊക്കെ പറയുന്നതിനോട് ഒരു യോജിപ്പുമില്ല. ഇതെടുത്ത് ആഘോഷമാക്കുന്നവരോട് പുച്ഛം മാത്രമേ ഉള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഇതിൽ ബാക്കി കേൾക്ക്. നിങ്ങളോട് ക്രൗൺ പ്ലാസ എന്താ പരിപാടി ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരുമോ? അല്ല അതല്ല, ഞാൻ അങ്ങനെയല്ല. ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ ആ പരിപാടി. ഇവിടെ ഇപ്പൊ നമ്മളോട് ഒരാൾ ചോദിക്കുക വൈകിട്ട് എന്താ പരിപാടി, അപ്പൊ പറയും ഹസ്ബൻഡ് വരും. അപ്പൊ ഹസ്ബൻഡ് വന്നിട്ടാണോ പരിപാടി, ആ ഒരു രീതിയിലാണ് സംസാരം പോയത്. പക്ഷെ ഇവിടെ ശ്വേതാ മേനോൻ ഉദ്ദേശിച്ചത് ഹസ്ബൻഡ് വരും അതിനുവേണ്ടി വെയിറ്റിംഗ് ആണെന്ന്. ഇവിടെ പിഷാരടി ഉദ്ദേശിച്ചത് എന്താണ്, വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് വരും അതാ പരിപാടി എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ആ ഒരു സംഭവം അവിടെ സംസാരിക്കുന്നത്. അതവിടെ പിഷാരടി പറയുകയുണ്ടായിരുന്നു. അത് രണ്ടോടെ ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞ് ചിരിച്ചാണെന്ന്, അല്ലാതെ വേറൊന്നും അല്ല. അവിടെ ഉടനെ ആ പിഷാരടിയെ കോഴിയാക്കി, പിഷാരടി എന്തോ തെറ്റ് ചെയ്ത പോലെ ആക്കുന്നു. നിനക്കൊക്കെ കൊള്ളാം, നിന്നെയൊക്കെ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. പിന്നെ പ്രത്യേകിച്ച് ഈ പിഷാരടിയെ പോലെയുള്ള നേതാക്കന്മാര്, ഒരു യുവ നേതാവിനെയൊക്കെ ഇവർക്ക് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. പണ്ട് പിന്നെ മാങ്കൂട്ടത്തിനെ കിട്ടിയപ്പോൾ പല രീതിയിലായിരുന്നു വളഞ്ഞിട്ട് ആക്രമിച്ചത്. ഇനിയും പിഷാരടിയുടെ രാജി വരെ ഇവർ ആവശ്യപ്പെടും. അതുകൊണ്ട് തന്നെ പിഷാരടി ഇങ്ങനെയുള്ളവരോടൊക്കെ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം. ഇപ്പൊ ശ്വേത കൂട്ടുകാരി ആയിട്ട് പോലും വോയിസ് എടുത്ത് വെളിയിലിട്ടു. അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരുടെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടി ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് വേണം ഈ സ്ത്രീകളോടൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട്. ഇനിയാലും മിണ്ടാതിരിക്കുക. അങ്ങനെയൊന്നുമില്ല. അല്ലേ, ഞാനത് കൂട്ടി വായിക്കാം. നിങ്ങളോട് ചോദിച്ചു എന്താ എന്ന പരിപാടി വൈകിട്ട് ഹസ്ബൻഡ് വരും. വിഷു, ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യമാണ്. അതാണ്. അല്ല ഹസ്ബൻഡ് വന്നു പോട്ടല്ല. യു ജസ്റ്റ് പിഷു, ഐ വാണ്ട് യു പീപ്പിൾ ടു ഗിവ് മീ ദ. ശരി. ഇവിടെ ഇവര് സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം മൊത്തം മറ്റേ അമ്മയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഹസ്ബൻഡ് വന്നിട്ട് പോട്ടെ,
നമുക്കതെല്ലാം ശരിയാക്കാം എന്ന് പറയുന്നത് ഹസ്ബൻഡ് വരികയാണല്ലോ, അവർ വന്നിട്ട് പോട്ടെ, പിന്നെ നമുക്ക് ഇതൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്നാണ് പറഞ്ഞത്. ഇവിടെ അത് ശ്വേതയ്ക്കും മനസ്സിലായിട്ടുണ്ട്, പിഷാരടിക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എന്തിനാണ് ഈ വോയിസ് എടുത്ത് പുറത്തിട്ടത് എന്നുള്ളതാണ് നമുക്കിപ്പം മനസ്സിലാകാത്തത്. എന്തായാലും കൊള്ളാം, ശ്വേതയുടെ ഈ എന്താ പറയുക, ഒരാളെ അടിച്ചതാക്കാൻ, ഒരു സഹപ്രവർത്തകനെ നശിപ്പിക്കാൻ കാണിച്ച ആ ഒരു വ്യഗ്രത എന്തായാലും കൊള്ളാം എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇതില് തെറ്റായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. ഇവിടെ ഇപ്പൊ ഈ പറയുന്ന പിഷാരടിയെ കള്ളനാക്കാനും അല്ലെ പിഷാരടിയെ കോഴിയാക്കാനും ശ്രമിക്കുന്ന കുറെ പേരുണ്ടല്ലോ. നിങ്ങൾക്കിതൊരു ആയുധമാണ്, നിങ്ങളെടുത്ത് ഉപയോഗിച്ചു. ഇതിനകത്ത് എന്താണ് നിങ്ങൾ കണ്ട ആ ഒരു തെറ്റ്? നിങ്ങൾ സാധാരണയായിട്ട് ഫോണിൽ സംസാരിക്കുന്ന ആ ഒരു രീതി തന്നെയല്ലേ ഉള്ളൂ ഇത്. ഇവിടെ എന്തുവാ വേറെ എന്തെങ്കിലും സംസാരിച്ചോ? അവരോട് എന്തെങ്കിലും വേറെ തെറ്റായിട്ടുള്ള രീതിയിൽ സംസാരിച്ചോ? ഇല്ലല്ലോ. അവരാണ് പറഞ്ഞത് വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചപ്പോ അത് കൂട്ടുകാര്, ഇപ്പൊ നമ്മൾ ചോദിക്കും, ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുക വൈകിട്ട് എന്താണ് പരിപാടി, അപ്പൊ നിങ്ങൾ എന്നോട് പറയുകയാണ് വൈകിട്ട് ബാറിൽ പോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്താ പറയുക, വൈകിട്ട് ബാറിൽ പോയിട്ട് നിങ്ങൾ അടിച്ച അങ്ങനെ അതാണോ? ഇവിടെ ശ്വേത പറഞ്ഞത് എന്താണ്, വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചപ്പോ ഹസ്ബൻഡ് വരും. അപ്പം ഇവൻ ചിന്തിച്ചത് എന്താണ്? അത്രേ ഉള്ളൂ ഇവിടെ, അല്ലാതെ വേറെ ഒന്നുമല്ല. നിങ്ങൾ ഉടനെ എന്ത് വാടേ ഇതൊക്കെ. എന്തായാലും ഈ പറയുന്ന ശ്വേതയെ കുറിച്ച് മാലാപാർവതി പറയുന്ന ഒരു കാര്യമുണ്ട്, അതോട് കേട്ടു നോക്കി. ഈ ശ്വേത അങ്ങ് എന്താ പറയുക, നല്ല പിള്ള ചമഞ്ഞങ്ങ് നിൽക്കേണ്ട. ശ്വേതയുടെ ഭാഗത്തും തെറ്റുകളുണ്ട്. ശ്വേതയുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ എന്താ പറയുക, നന്മമരം ചമയുന്നതും പലരുടെയും വോയിസ് എടുത്ത് വെളിയിലിടുന്നതും അത്ര നന്നായിട്ട് തോന്നുന്നില്ല. എന്തായാലും ഈ മാലാപാർവതി പറയുന്ന കാര്യം ഒന്ന് കേട്ടു. അങ്ങുൾപ്പെടെയുള്ളവർ അശ്ലീലം പറഞ്ഞെന്നും അധിക്ഷേപിച്ചെന്നും ഒക്കെ ഈ ഫോൺ സംഭാഷണത്തിൽ ശ്വേത പറയുന്നുണ്ട്. ശരിക്കും അന്ന് ആ ജനറൽ ബോഡിയിൽ എന്താണ് ഉണ്ടായത് ശ്രീമതി മാലാപാർവതി? ഫോൺ സംഭാഷണം പുറത്തുവിട്ടതിനെ നിഷ്കളങ്കമായി കാണുന്നുണ്ടോ എന്ന്? ഫോൺ സംഭാഷണം എന്തിനാ പുറത്തുവിട്ടതെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം ഇവർ ഒരു മിനിറ്റ്സ് കോടതിയിൽ കൊടുക്കുന്നുണ്ട്. വൺ സൈഡഡായി ബയസ്ഡായി അവരുടെ വശം പറഞ്ഞുകൊണ്ടുള്ള ഒരു മിനിറ്റ്സ് അവർ കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അത് സാധൂകരിക്കാനുള്ള കൊറാബറേറ്റീവ് എവിഡൻസ് അന്ന് സ്ഥലത്തില്ലാത്ത രമേശ് പിഷാരടിയുമായി സംസാരിച്ച് അവർ റെക്കോർഡ് ഉണ്ടാക്കുകയായിരുന്നു. എന്നിട്ട് അവർ പുറത്തുവിട്ട് ഇത്രയും മാനിപ്പുലേഷൻ ഒക്കെ നടക്കും നമ്മൾ അതിശയിക്കുകയാണ്. കാരണം ആ മിനിറ്റ്സിനകത്ത് ആ രേഖകൾ നിങ്ങളൊന്ന് വായിക്കണം. ഞാനത് കണ്ടു, അതുകൊണ്ടാണ് പറയുന്നത്. ആ മിനിറ്റ്സ് ഒരു വൺ സൈഡഡ് റിപ്പോർട്ടാണ്. അവരുടെ വശം മാത്രം എഴുതിക്കൊണ്ട് അവിടെ കയ്യിൽ റെക്കോർഡുണ്ട്, അവരുടെ വീഡിയോ ഉണ്ട്. AI ഒന്നും ചെയ്യാതെ ധൈര്യമായിട്ട് അവർക്കത് പുറത്തുവിടാൻ പറ്റുമോ? അശ്ലീലം പറഞ്ഞെന്ന് ഞാനടക്കം അവിടെ ആക്രോശിച്ചുകൊണ്ട് ഞാനൊരു വുമൺ ആണ്, ഐ എം എ വുമൺ യു എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു വുമൺ കാർഡെന്ന് പറഞ്ഞത് കണക്ക് കാണിക്കണം എന്ന് പറഞ്ഞു. കണക്ക് കാണിക്കണമെന്ന് കുറേ അധികം ആൾക്കാർ പറഞ്ഞു. അവർ പറയുന്നത് അവിടെ ഞങ്ങൾക്ക് ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചിട്ടില്ല കേട്ടോ, അവതരിപ്പിക്കണമെന്ന് പറയുന്നത് ഗൂഢാലോചനയാണെന്ന്. അത് ജനാധിപത്യത്തിൽ അറിവില്ലാത്തത് കൊണ്ടാണ്, ഒരു സംഘടനയിൽ പ്രവർത്തിച്ച് പരിചയമില്ലാത്തത് കൊണ്ടാണ്. 21 ദിവസം മുമ്പ് കണക്ക് തരാതിരിക്കുന്ന ഒരു ഭരണസമിതിയെ ഒഴിപ്പിക്കാൻ ജനറൽ ബോഡിക്ക് അവകാശമുണ്ട്, പ്രതിപക്ഷത്തിന് അവകാശമുണ്ട്. പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന ആൾക്കാർ അങ്ങനെ കണക്ക് കാണിക്കാത്ത ആൾക്കാരെ തോൽപ്പിക്കും. ജനറൽ ബോഡിയിൽ ബൈലോ പൊക്കി പിടിച്ച ആൾക്കാർ വഴക്കിടുന്നത് എവിടെയുമുള്ള ഒരു രീതിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടാവും, കണക്ക് തെറ്റിച്ചാൽ പിടിച്ച് താഴെ ഇറക്കും. ഇതൊക്കെ ഉള്ളതാ. അപ്പോൾ അവരെന്താ മിനിറ്റ്സ് ബുക്കും തരാതെ, താക്കോലും തരാതെ, കണക്കും തരാതെ ഒളിച്ചിരിക്കുകയാണ്. ശ്രീമതി കുക്കു പരമേശ്വരൻ പറഞ്ഞു എന്റെ വീടെല്ലാം അലങ്കോലപ്പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് കണക്കും താക്കോലും ഒന്നും ഇല്ലാന്ന്. ഇതൊക്കെ എവിടെയെങ്കിലും കേട്ട് കേൾവിയുള്ള കാര്യമാണോ? കണക്ക് ചോദിച്ചാൽ ഇറങ്ങി ഓടുക, ഞാൻ രാജിവെച്ചു എന്ന് പറയുക, 20 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരിക. അവർ കടലാസ് കൊടുത്തില്ല, ടെക്നിക്കലി അവരുടെ ഭാഗത്ത് ശരിയുണ്ടാവും, പക്ഷേ അന്തസ്സിന് ചേർന്ന കാര്യമാണോ? അതെന്താണ്? അപ്പോൾ ഒരാൾ പറയുന്നത് മാത്രം ശരിയാവുകയും അവർ മാത്രം പെണ്ണാവുകയും അവർ മാത്രം സ്ത്രീപക്ഷമാവുകയും അൻസിബെ പോലൊരു വ്യക്തി ഒരു വിഡ്ഢിയാവുകയും ഒരു സില്ലിയായിട്ടൊരു പെൺകുട്ടിയാവുകയും അവർ പറയുന്ന കാര്യത്തിന് വഴക്കുണ്ടാക്കുന്നവളാവുകയും ആകുന്നത് എങ്ങനെയാണ്? ഇവിടെ പവർ ഗ്രൂപ്പ് എന്ന് ഞാനിപ്പോൾ വിശേഷിപ്പിക്കുന്നത് ശ്വേതയാണ്. കാരണം ഈ അവരുടെ കൂടെ നിൽക്കുന്ന സംഘത്തിനെയാണ്. കാരണം ഞങ്ങൾ ഈ ഹേമ കമ്മിറ്റിയുടെ കോൺടെക്സ്റ്റിൽ പറഞ്ഞ ആൾക്കാരെല്ലാവരും ആ ആർട്ടിസ്റ്റുകളാണ്. ആ കുറ്റാരോപണത്തിന് ശേഷം ഒരാൾ പോലും പിക്ചറിൽ വരാൻ തയ്യാറല്ല. ഇവിടെ ശ്വേത പറഞ്ഞെന്ന് എല്ലാവരും ലൈംഗിക ചൊവ്വയുള്ള വർത്തമാനം പറഞ്ഞു എന്ന രീതിയിൽ പറഞ്ഞു. മാലാപാർവതി വരെ പറഞ്ഞു എന്നാ പറയുന്നത്. പിന്നെ ഈ ശ്വേതയ്ക്ക് ആരാണ് ഈ ബുദ്ധി പറഞ്ഞു കൊടുത്തതെന്ന് അറിയത്തില്ല. എന്തായാലും ഈ പിഷാരടിക്കെതിരെയുള്ള വോയിസ് എടുത്ത് പുറത്തിട്ടപ്പോൾ കിട്ടിയ ആ ഒരു എന്താ പറയുക, ആ ഒരു സന്തോഷം എന്താണെന്നും അറിയത്തില്ല. എന്തായാലും BJPയുടെ കയ്യിൽ നിന്ന് കുറെ പൈസ മേടിച്ചു എന്നുള്ള ഒരു വാർത്തയൊക്കെ പുറത്തു വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം പുറത്തു വന്നത്. എന്തെങ്കിലും വോയിസ് ഉണ്ടോ ഈ പിഷാരടിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തെങ്കിലും ഒരു വോയിസ് ഉണ്ടോ എന്ന് കാത്തിരുന്ന് പുറത്തു വിട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ വോയിസിൽ പ്രത്യേകിച്ച് എന്താ പറയുക ഒരു തെറ്റായിട്ട് അവിടെ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എന്താ പറയുക, എനിക്ക് ഇങ്ങനത്തെ വാക്കുകളൊന്നും കേട്ട് പരിചയമില്ല പിഷാരടി എന്ന് പറയുന്ന ശ്വേതാ മേനോനോട് മുൻപൊന്നും ഈ പറയുന്ന പിഷാരടി അങ്ങനത്തെ ഒരു വർത്തമാനം പറഞ്ഞിട്ടില്ലെന്ന് അവിടെ അത് ഉറപ്പുമാണ്. പിന്നെ അവിടെ വെച്ച് ആ ചാപ്റ്റർ അവിടെ വെച്ച് സംസാരിച്ച് ക്ലോസും ചെയ്യുന്നുണ്ട്. എന്തായാലും ഭർത്താവ് വന്നിട്ട് പോട്ടെ, നമുക്ക് പിന്നെ ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാമെന്നാ പറഞ്ഞേക്കണേ. അല്ലാതെ ഈ പിന്നെ വൈകിട്ടെന്താ പരിപാടി എന്ന് പറയുന്ന ആ വിഷയത്തെക്കുറിച്ച് അല്ല അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിനെയൊക്കെ എന്താ പറയുക, പാർട്ടിയെ വളർത്താൻ വേണ്ടി ഒരാളെ ഇങ്ങനെ വ്യക്തിഗത ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തന്ത്രം ഉണ്ടല്ലോ, ഇത് എന്തായാലും അടിപൊളിയാണ്.
ഇതെന്തായാലും എടുത്ത് ആഘോഷിക്കുന്നുണ്ട് ഒരു വിഭാഗം ആൾക്കാർ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയൊക്കെ എടുത്തിട്ട് ആഘോഷിച്ചതാണല്ലോ. ഇപ്പോൾ ഇതാ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ തന്നെ ഈ പറയുന്ന പിഷാരടിയെ ചേർത്തിരിക്കുകയാണ്. കാരണം ഈ പറയുന്ന പിഷാരടി പറഞ്ഞിരുന്നല്ലോ, രാഹുൽ മാങ്കൂട്ടം എവിടെ നിർത്തിവെച്ചോ അവിടെ നിന്ന് ഞാൻ തുടങ്ങുമെന്ന്. ആ ഒരു കാര്യമൊക്കെ എടുത്തു വെച്ചുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഇത് കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുന്നത്. പാലക്കാട്ടുകാർക്ക് തെറ്റിയില്ല, പിന്നെയും കോഴിയെ തെരഞ്ഞെടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. ഇതിലെന്ത് കോഴിത്തരമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായെന്ന് വെച്ചാൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നതിലേക്ക് എല്ലാവർക്കും